ഭയങ്കര ഭംഗി ഇതുണ്ടോമേ, നല്ല രസമുണ്ട്. എപ്പോഴും ഇതുപോലെ ഇങ്ങനെ പച്ചിരിക്കുന്നു ഈ ചൂടത്ത് പോയി. ആ എന്ത് ഭംഗിയാ. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. ഈ ഫുഡൊക്കെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം. എൻ്റെ റിച്ച് ചോക്ലേറ്റ് കേക്ക് വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ ചട്ടിച്ചോറ് കിട്ടിയായിരുന്നു. ഇത് നമ്മൾ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ പശുക്കൾ. ഹായ് ഫ്രണ്ട്സ്. ഹായ്. ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ എന്നാൽ ഒരു ഡ്രൈവ് പോയേക്കാം. ഇടുക്കി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡ്രൈവിൽ കുറച്ച് സ്ഥലങ്ങളിലൂടെ കണ്ടേച്ചും കൂടെ വരാം. അതെ, ഞങ്ങളിവിടെ നേരെ കുമളിയുമായിട്ട് കുമളിയിൽ നിന്ന് കുട്ടിക്കാനം റൂട്ട് അല്ലേ, കുട്ടൂസ് ഉണ്ട് നമ്മളിവിടെ. കുട്ടൂസ് മങ്കിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ റൂട്ടൊക്കെ ഒന്ന് പോകാം. അമ്മയുണ്ട് പോയി ബേബി ജന്മോ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് വെറുതെ ഒരു ഡ്രൈവ് പോയി കുട്ടിക്കാനം കുമളി തേക്കൽ റൂട്ടിൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം. നമ്മളിവിടെ വള്ളക്കടമെത്തി. ഒത്തിരി സിനിമയൊക്കെ ഷൂട്ട് ചെയ്താട്ടോ ഈ ജംഗ്ഷൻ. മഹേഷിന്റെ പ്രതികാരം ഇവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കുറേ സിനിമകളിലൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് നമ്മൾ നേരെ വള്ളക്കടവ് റൂട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കടമാക്കുഴി വഴി വള്ളക്കടവ്. അങ്ങനെ നമ്മൾ ഈ വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീടെന്നൊക്കെ പറഞ്ഞിട്ട് വീട് ദിവസം പോപ്പുലർ ആയില്ല. ആ വീട് ഇവിടെ തൊട്ടടുത്തുണ്ട്. പോകുന്ന വഴി ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. അമ്മയോടെ മിണ്ടാതിരിക്കുകയാണ് പുറകിൽ. അമ്മ ആദ്യമായിട്ട് വ്ലോഗിൽ വരാൻ പോയത്. ഇതിലുള്ള ഡ്രൈവ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതും ഫുള്ള് ഏലക്കാട്ടിക്കടെ നമ്മൾ പോകുന്നത്. നമ്മുടെ ഫേമസ് വീട്, അത് അതിമനോഹരമായ വീടെന്ന് മാത്രമല്ല അത് ഭയങ്കര സൗകര്യങ്ങളും. ആ വീടിനെ കുറിച്ച് പറയുന്നത് വൈകിട്ട് കാണാൻ ഇച്ചിരി രസം അല്ലേ. അതെ, മമ്മൂട്ടിയുടെ വീടിന്റെ അകം ചെയ്ത അതേ ആള് തന്നെയാണ് ഇതിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു അഭിമാനമാണ് നമ്മുടെ ഇടുക്കി ജില്ലക്ക് ഈ വീട്. അത് നമുക്ക് അത്യാവശ്യക്കാരെ അവരതിൻ്റെ അകമെല്ലാം നമുക്ക് കാണിക്കും. നമുക്ക് കാണണം, നമുക്കൊരു ദിവസം കാണാം. നമ്മൾ ഈ വഴിക്കളെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. നല്ല സൂപ്പർ വഴിയാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചെറിയൊരു വഴി ഏലക്കാടിൻ്റെ അടുക്കൂടെ. അങ്ങനെ നമ്മളിപ്പോൾ കുമളി അടുക്കാറായി. കുഞ്ഞുള്ളതുകൊണ്ട് പയ്യെ വണ്ടി ഓടിച്ചാണ് ഇങ്ങനെ പോരുന്നത്. 2 കുഞ്ഞുങ്ങളാണ്. ഒരു കുഞ്ഞവിടെ വീണ് പോയി പുറകിൽ. കുട്ടു ഉറങ്ങിയവേ? കുട്ടു ഉറങ്ങിയില്ല. 2 കുഞ്ഞുണ്ടെങ്കിൽ ഒന്ന് ചേച്ചിയുടെ കുഞ്ഞാ കേട്ടോ. ഡൗട്ടൊന്നും വേണ്ട. അവന് ഛർദിക്കാൻ വരുവോ, ഉറക്കം വരുവോ, ക്ഷീണം വരുവോ എന്നെ രസമാണ്. എൻ്റെ അപ്പുറത്ത് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം ഉണ്ട്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാടൊക്കെയാണ്. അല്ല, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, എന്നാലും എല്ലാം അടുത്തടുത്താണ്. കുമളി എടുക്കാറായി നമ്മൾ. എത്താറായി മോനെ, കുമളി എടുക്കാറായേ. മോന് കുമളി ഇഷ്ടമല്ലേ? കൊച്ചിന് ഇഷ്ടം കുരങ്ങിനെ കാണുന്നതാ. ആണോ? കുരങ്ങുകൾ അവിടെ ഉണ്ടെന്ന് നോക്കി നടക്കുക. അങ്ങോട്ട് മാറിയ ഇഷ്ടം പോലെ മങ്കിയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് വന്നത് തന്നെ. ഭയങ്കര തിക്ക് ശരിക്കും. ഇവിടെയും പ്രതീക്ഷിക്കാം. എന്തിനാ പ്രതീക്ഷിക്കാം ഇവിടെയും ജീവികളൊക്കെ. പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്ത് നാളൊക്കെ. പുലിയും കടുവായും ഇതെല്ലാം ഇങ്ങനെ കിടക്കല്ലേ അല്ലേ. പിന്നെ ആളനക്കം ഉള്ളത് കൊണ്ട് ഇവിടെ അധികം ആളനക്കം ഒന്നും ഇല്ല. ഏലം മേഖലയല്ലേ, ഏലം ഉണ്ട്, കൃഷിയുണ്ട്. കൃഷിയുണ്ടെന്ന് പറഞ്ഞാലേ എപ്പോഴും വണ്ടിയും അത്രയ്ക്ക് അങ്ങോട്ടില്ല, ഉൾപ്രദേശമല്ലല്ലോ. പിന്നെ പ്രതീക്ഷിക്കാം. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, ഇതെല്ലാം അതിന്റെ തുടർച്ചയാ. എന്തായാലും നല്ല ഡ്രൈവാണ് അല്ലേ നമ്മളെ. നമ്മളിപ്പോൾ കുമളി ടൗണിൽ കയറാനാണ് പോകുന്നത്. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടൂറിസ്റ്റ് അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ എല്ലാം റിസോർട്ടുകളാണ് എല്ലാം. അല്ല, നമുക്ക് എളുപ്പം കട്ടപ്പന ഇതാണ് എളുപ്പം നമുക്ക് വരാനായിട്ട്. അപ്പം നമ്മളതുകൊണ്ട് വള്ളക്കടവ് കടമാക്കുഴി വഴി കുമളിയുടെ ഇപ്പുറത്തെ സൈഡ് വന്ന് കയറിയിട്ട് നമ്മൾ കുട്ടിക്കാനം റൂട്ട് പോകണം. നമുക്ക് തിരിച്ചു വരുമ്പോൾ കുമളിയൊക്കെ ഒന്ന് കറങ്ങാം. പിന്നെ ഇത് കൂടാതെ നമ്മൾ ആരണി നിവാസ് KTDCയുടെ
നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിനകത്തുള്ളൊരു റിസോർട്ടിൽ നമ്മൾ പോകുന്നുണ്ട് അടുത്ത ദിവസം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ വരുന്ന വഴി ഉടനെ ചെയ്യാം. നമ്മൾ വണ്ടിപ്പെരിയാർ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ, ഫുൾ തേയിലത്തോട്ടങ്ങളാണ്. ഇവിടുന്ന് പറ്റുമെങ്കിൽ വെയിലാണ്, ഇല്ലെങ്കിൽ പുറത്തിറങ്ങി നമുക്കൊരു ഡ്രോൺ ഷോട്ടൊക്കെ ചെയ്യാം. അന്നേരം നമ്മളെ തിരിച്ചു വരുമ്പോൾ നമുക്ക് എടുക്കാം. അന്നേരം കുറച്ച് വെയിൽ കുറയും, അന്നേരം വെയിലായിരിക്കും, അന്നേരം നമുക്ക് നോക്കാം അല്ലേ. അപ്പം മെയിനായിട്ട് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഇവിടെ ഇവിടെ അടിപൊളി ചട്ടിച്ചോറ് കിട്ടുന്ന സ്ഥലമുണ്ട്. അത് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചട്ടിച്ചോറ് കിട്ടിയില്ലേ വീട്ടിൽ ചെന്നിട്ടല്ലേ അമ്മ ചട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഇവിടുത്തെ അടിപൊളിയാണ്. നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ തന്നെ പോവാം. ഈ പെരിയാർ മേഖലയിലൂടെയൊക്കെ റീസെൻ്റ്ലി കടുവ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഏതോ വാച്ചറൊക്കെ കണ്ടതൊക്കെ പറഞ്ഞ് ന്യൂസിൽ കണ്ടായിരുന്നല്ലോ അല്ലേ? ഈ ഏരിയയിലൊക്കെ ഉണ്ടോ ഒത്തിരി റിസോർട്ടുകൾ നമുക്ക് കേട്ടോ അറിയാതെ കിടക്കുന്നത്. ഇതും പ്ലാന്റേഷൻ റിസോർട്ടാണ്. അമാന എൻ്റെ അടുത്ത റിസോർട്ട് സ്നോ ഹിൽസ്. മുട്ടിന് റിസോർട്ടുകളാണ്. വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന വഴികളും തേയിലക്കാടും അടിപൊളിയാണ്. കുറച്ച് വെയിലൂടെ കുറവുണ്ടായിരുന്ന ഇച്ചിരി അടിപൊളിയാണ്. ഞങ്ങൾ ആദ്യം രാവിലെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ഇങ്ങോട്ട്. പക്ഷെ രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചട്ടിച്ചോറ് കിട്ടത്തില്ലല്ലോ അല്ലേ. അതാണ് മെയിൻ സ്റ്റാർട്ട്. ഇതുണ്ട് നമ്മൾ വണ്ടിപ്പെരിയാറെത്തി. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഫുള്ള് തേയിലത്തോട്ടോട്ടങ്ങളിൽ. ഇവിടെ തമിഴരാണ് കൂടുതലും അല്ലേ. ചെറിയ തമിഴ്നാട് സെറ്റപ്പാണ്. പക്ഷെ അടിപൊളിയാണ് പച്ചപ്പ് കാണാനായിട്ട്. ഇവിടുത്തെ കടകളെല്ലാം തമിഴ്നാട് സെറ്റപ്പിലുള്ള കടകൾ ചേർന്ന് ഒത്തിരി തമിഴ് ആൾക്കാരുണ്ട് ഇവിടെ ജോലി. അപ്പം വണ്ടിപ്പെരിയാർ കണ്ടിട്ടില്ലാത്തവർ ഇതാണ് വണ്ടിപ്പെരിയാർ. ഇത് ശരിക്കും പണ്ട് തമിഴിൽ ഒത്തിരി പേര് ജോലിക്ക് വന്ന് ഇവിടെ തന്നെ താമസമായല്ലേ എല്ലാവരും. ഇവിടെ ശരിക്കും തമിഴ്നാട്ടിലെ ഒരു കോളനി ചെല്ലുന്നവരെ തന്നെയാണ്. അതുപോലെ തന്നെയാണ്. എനിക്ക് അതേപോലെ തന്നെ അല്ലേ. സെറ്റപ്പും സാധനവും ഒരേരിയ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്ഥലമാക്കി മാറ്റും. തമിഴ്നാട് പോലെ തന്നെയാണ്. നമ്മുടെ ഇതിന് മുമ്പിലത്തെ മറ്റേ വണ്ടമേടിലെ മാലി എന്ന് പറഞ്ഞ സ്ഥലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതും പക്ക കേരളത്തിലൊരു തമിഴ്നാട് പോലെ തന്നെ. ഈ കടകളും എഴുത്തും വണ്ടികളുടെ രീതി ഇങ്ങോട്ട് മുട്ടി കുഞ്ഞു കുഞ്ഞു കടകള്. ഒരു രസമാണ് കാണാനായിട്ട്. പക്ഷെ നമുക്കൊരു രസമുണ്ട്. അവർ അടിപൊളിയാണ്. ഒരു ഊട്ടിയിലൊക്കെ വന്നൊരു ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ. ശരിക്കും ഉണ്ടോ? ഇവിടെ ഇവിടെ അങ്ങ് കഴിഞ്ഞ ആ ഏരിയ അങ്ങ് മാറുവേ. ഇവിടുന്ന് കഴിഞ്ഞ രീതി മാറി. കാരണം അവരുടെ ഏരിയ കഴിഞ്ഞു. അവരിങ്ങനെ കൂട്ടം കൂടി ജീവിക്കുന്ന മനുഷ്യരല്ലേ. അതെ അതെ. പെരിയാർ വണ്ടിപ്പെരിയാർ കഴിഞ്ഞപ്പോഴേക്കും ആ രീതി മാറി. വീണ്ടും നമ്മൾ തേയിലത്തോട്ടമൊക്കെ തുടങ്ങി. ഞാൻ പഠിച്ച കോളേജ് ഇവിടെയാണ് കേട്ടോ. കുട്ടിക്കാലത്ത് മരിയനിലാണ് ഞാൻ പഠിച്ചത്. അപ്പം പറ്റുമെങ്കിൽ നിങ്ങളെ അവിടെ ഒന്ന് കാണിക്കാം അല്ലേ. അതിനകത്ത് മറ്റേ മ്ലാവൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വരാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ PG അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പഴയ ഓർമ്മയും പുതുക്കാം. പക്ഷേ ഈ വഴിയല്ല ഞാൻ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ വണ്ടിപ്പെരിയാർ വഴി. ഞാൻ പോയിക്കൊണ്ടിരുന്നത് ചപ്പാത്ത് ഏലപ്പാറ ആ റൂട്ടാണ് കട്ടപ്പനയിൽ കോളേജിൽ. ഞാൻ ഹോസ്റ്റലിലായിരുന്നു. എന്നാലും പോകുന്ന സമയത്ത് അതിലേ പോയിട്ടുണ്ട്. നമ്മൾ പഠിച്ചിറങ്ങി കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കോളേജ് നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കും ഒരു വ്ളോഗ് ചെയ്യാൻ മാത്രമുള്ള കണ്ടന്റ് ഉണ്ട് കോളേജിൽ. അതിനകത്ത് തന്നെ 2 ഡാമും ഭയങ്കര രസമാണ്. നമ്മൾ ഇറങ്ങിയത് നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ. കാരണം നാട്ടിൽ നിന്ന് ടൂറിസ്റ്റുകൾ ആരും കൊണ്ട് കയറി വരുന്നില്ല. അതുകൊണ്ട് തിരക്ക് ഭയങ്കര കുറവുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇതിലെ. പഴയ പോലെ ഒട്ടും ഇപ്പോൾ കുട്ടിക്കാലത്തേക്കൊക്കെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കാരണം കുട്ടിക്കാരും ഭയങ്കര ഒരു പോഷ് ഏരിയ മാറിയേക്കാം. പണ്ട് പോലെ അങ്ങനെയായിരുന്നു. കുറെ നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ഏത് വെയിലത്ത് ചെന്നാലും അവിടെ മഞ്ഞാണ്. അപ്പം നമുക്ക് ഇന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ സമയത്തായി 12 മണിയായി ഉച്ചയ്ക്ക്. നട്ടുച്ചയ്ക്ക് 12 മണി. നമുക്ക് ഇന്ന് കുട്ടിക്കാലത്ത് നോക്കാം അവിടെ എങ്ങനെയാണെന്ന്. ഇവിടെ ഫോട്ടോ എടുത്തത് ഇതുകൊണ്ടോ പശുക്കളെ കിടക്കുന്നത് വഴിക്കടെ. ഇങ്ങനെ നടന്ന പശുവിനെയാണോ അമ്മ വണ്ടിപ്പെരിയാറിൽ കടവ് പിടിച്ചത്? അല്ല, ഇങ്ങനെ നടക്കുന്ന പശുക്കളെ ആരും പിടിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവരുടെ കഴുത്താൽ കയറ വള്ളി മുക്കേറി യാതൊന്നും ഇടുവല്ല. പല പ്രാവശ്യം അല്ല ആ തിരിച്ചു വരും കറക്കാൻ നേരത്തൊക്കെ. പരിമല ഇവിടെയാണ് പരിമല പള്ളിയുള്ളത്. എന്നോട് പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചു തരാം. കുറെ സിനിമയുടെ ഒക്കെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് കേട്ടോ. നമുക്ക് താഴെ ഞാൻ കാണിച്ചു തരാം. പോകുമ്പോൾ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ പശുക്കള്. സൗന്ദര്യമൊക്കെ പക്ഷെ നോക്കി പോയെങ്കിൽ വണ്ടിയിലിരിക്കും എല്ലാം കൂടെ. പക്ഷെ നമ്മള് ശ്രദ്ധിക്കണം, അവരൊക്കെ യാതൊരു പേടിയില്ല. വീട്ടിൽ കയറിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒന്നിനെ പിടിച്ചോണ്ട് പോകാൻ തോന്നുന്നു. അവരെല്ലാം സൗന്ദര്യം ഇഷ്ടം പോലെ. അത് ശരിക്കും ചട്ടിയില് അല്ലാതെ നട്ടമുണ്ടല്ലോ. അതിന് ആകാശക്കോടാലി അതിന്റെ പേര് തന്നെ. അതങ്ങ് എന്നത്തെല്ലാം കയറി
ഒരു മരമാണെങ്കിലുണ്ടല്ലോ ആ മരത്തിൻ്റെ മുകളിൽ വരെ ചെല്ലും ഈ സംഭവം. ആ പശുക്കളെ കണ്ടോ, ഇന്ന സൗന്ദര്യം വന്ന് നാടൻ പശുക്കളുണ്ട്. മൂക്ക് കയറില്ല, കഴുത്ത കയറില്ല, പൂർണ്ണ സ്വതന്ത്രം. കുട്ടു കുരങ്ങിനെ കാണാനായിട്ട് വിഷമിച്ചിരിക്കുക. ഇന്ന് കുട്ടുവിനെ മങ്കികളെ കാണിച്ചിട്ടേ വിടുന്നുള്ളൂ. നമ്മുടെ ആ കുട്ടിക്കാരൻ താഴെ കയറുന്നുണ്ടോ ഒത്തിരി മങ്കി ഇപ്പൊ ഉണ്ട്. നമ്മളവിടെ ആ പിന്നെ പെരുവന്നാലോ ഇറക്കത്തിനവിടെ എന്നാള് മണ്ണിടിഞ്ഞ് വീണൊരു വണ്ടി മൂടിപ്പോയില്ലേ ആ ഭാഗത്ത്, ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ. എന്നെ മുറിഞ്ഞപ്പുഴ പ്രകൃതി രമണീയമാണ് കേട്ടോ. ഈ റോഡൊക്കെ ഒന്ന് കാണിച്ചു തരണേ. ആ തേയിലയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കിടക്കാണ്, നല്ല രസമാണ്. ഇന്ന് ശരിക്കും ഒരു പബ്ലിക് ഹോളിഡേ മൂഡാണ് കേട്ടോ ഇതിലെ. നാളെ ഇലക്ഷൻ ആയിട്ട് ഭയങ്കര ഭംഗി. ഇതുണ്ടോമേ നല്ല രസമുണ്ട്. എപ്പോഴും ഇതുപോലെ ഇങ്ങനെ പച്ചിരിക്കുന്നു ഈ ചൂടത്ത് പോയി. മുറ്റത്തെ ചെടിയായിട്ട് നടാൻ കൊള്ളാമല്ലോ. ആ എന്ത് ഭംഗിയാ നോക്കി ചട്ടിക്കകത്ത് നട്ട് വെച്ചാൽ മതി. കാണാൻ എന്ത് രസമാണല്ലേ, പച്ചപ്പല്ലേ. അടിപൊളിയാണ്. എത്ര പ്രായം ഉണ്ടെന്നറിയോ അതിന്റെ ഏറ്റവും അടിയിലത്തെ തണ്ടിന്റെ വലിപ്പം. തണ്ടല്ല, കുറ്റി. ഇത് നോക്കി ഇവിടെ ഈ റൂട്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. രണ്ടൊരു പശു ഉണ്ടോ ഇവിടെ. ഒരു എസ്റ്റേറ്റ് ഉണ്ട് ഇവിടെ. നമ്മൾ നാളെ ഒരു ഫോട്ടോ എടുത്ത് AVTയുടെ അല്ലേ. കൊള്ളാം. എന്റെ അമ്മോ എന്നെ രസമാണ് കാണാൻ. കാര്യം നമ്മൾ ഹൈ റേഞ്ചുകാരാണേലും പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല. ഇതൊക്കെ ശരിക്കും നിർത്തി, ശരിക്കും ഇവിടെ ശരിക്കും നിർത്തി പോകണം. എനിക്ക് നിർത്താനുള്ള സ്ഥലം കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്തി ഒന്ന് കണ്ടുപോകണ്ടാണ്. എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴായിരിക്കും ഈ വഴി വരുന്നത്. അങ്ങ് പോകും പിള്ളേരും. ഇതിന്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കാറില്ല നമ്മള്. ഇവിടെ നമ്മൾ ചിലപ്പോൾ കോട്ടയമായിരിക്കും പോകുന്നത്, പത്തനംതിട്ട ആയിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ ആ തിരക്കിൽ അങ്ങ് പോവാ പെട്ടെന്ന് അവിടെ ചെല്ലാൻ വേണ്ടി. അത് തന്നെ ഇതൊന്നും നിർത്തി കാണാറുണ്ടോ? തിരിച്ചു വരുമ്പോൾ നമുക്ക് ക്ഷീണമായിരിക്കും. നമ്മളിപ്പോ ഇന്ന് ഇതിനു വേണ്ടി തന്നെ വരുമല്ലേ. കൂടെ പിള്ളേര് കാണും. പിള്ളേർക്ക് അന്നേരം ഭയങ്കര ക്ഷീണം. അന്ന് എങ്ങനെയാലും വീട്ടിൽ പോയാൽ മതി. മടുത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് ശരിക്കും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ആസ്വദിക്കുന്നില്ല. നമ്മള് ശരിക്കും തിരക്കിട്ടങ്ങ് പോവാ. ഇപ്പം ഒന്ന് കണ്ട് കേട്ട് പോവാല്ലോ. ശരിക്കും പറഞ്ഞ രാവിലെ പറഞ്ഞേ വെയിലാകുന്നതിനിപ്പുറം അതായിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷെ രാവിലെ ചട്ടിച്ചോറ് കിട്ടത്തില്ലല്ലോ. അല്ല, വന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ച് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും റൂം എടുത്തിടുവോ. ഇഷ്ടംപോലെ റൂമുണ്ട് കുട്ടിക്കാലത്തൊക്കെ. ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ ഉണ്ട്. ശരി, അതൊരു നല്ല ഐഡിയ ആയിരുന്നു. വെളുപ്പിനെ ഇറങ്ങി ഇവിടെ ഒക്കെ കറങ്ങിയിട്ട് ലഞ്ച് കഴിച്ചിട്ട് തിരിച്ചു പോകണമായിരുന്നു. പക്ഷെ രാവിലെ എണീറ്റപ്പോ തന്നെ 9 മണിയായാലും അതുകൊണ്ട് വെളുപ്പിനെ പോകാൻ പറ്റിയില്ല. ചെറിയ പിള്ളേരൊക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന ഒന്നും നടക്കുകയില്ല. അല്ല, കുഞ്ഞെണീക്കാനും താമസിച്ചു. കുഞ്ഞിനെ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. നോക്കി ഇങ്ങോട്ടൊക്കെ ഫുള്ള് കാടാണ് കേട്ടോ. അപ്പൊ ഇതും കൊണ്ടൊക്കെ നമുക്ക് എല്ലാം കാടാണ്. ശരിക്കും ഇടുക്കി വരുന്നവരൊക്കെ ഇപ്പൊ നിങ്ങൾ തേക്കടി പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കോട്ടയം സൈഡിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ കുമളി വണ്ടിപ്പെരിയാറ് റൂട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അവിടെ നേരെ തേക്കടി ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന വഴിയാണ് കേട്ടോ. അപ്പുറത്ത് കട്ടപ്പന വഴി നിങ്ങൾക്ക് പോകാം. ആ വഴി പണിതുകൊണ്ടിരിക്കുന്നത് ഇപ്പം. നമ്മൾ ഈ സമയത്ത് ഇറങ്ങിയോണ്ടാണോ ഇന്ന് ഭയങ്കര തിരക്കുറവ്? ഇന്ന് അതല്ല, ഇലക്ഷന്റെ ഒരു ഇതുണ്ട്. നാട്ടിൽ നിന്ന് ടൂറിസ്റ്റുകൾ ആരും വരുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ് മെയിൻ കേസ്. ഇന്ന് ടൂറിസ്റ്റുകൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരാൻ നിൽക്കും എല്ലാവരും അല്ലേ. അയ്യോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം തീയിട്ട് കത്തിച്ചു തന്നു കേട്ടോ. തീയിട്ട് കത്തിച്ചതാണല്ലോ, തന്നെ തീ കത്തും. ഇനിയിപ്പം ഭയങ്കര അപകടം. മഴ പെയ്യാത്തതുകൊണ്ട് പെയ്യാത്തതുകൊണ്ട് പുൽമേടുകളെല്ലാം ഉണങ്ങി ഒരു കുഞ്ഞ് തീപ്പൊരി വീണാ മതി. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കാട്ടുതീ സൂക്ഷിക്കുക. എല്ലാം കത്തി നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലാം കത്തി നിൽക്കുന്നുണ്ടോ? ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് കാര്യമായിട്ട് ഈ ഏരിയ ഒക്കെ നോക്കി പോകുന്നത്. ശരിക്കും ആ പാറയ്ക്ക് തീയിട്ടതാ. എന്തിനാ കത്തിച്ച് കളയുന്നത്? അതെന്തിനാന്ന് വെച്ചാൽ തന്നെ കാപ്പി ചെറുകടികൾ വീട്ടിലേ പോകണം. കാണുമ്പോ പേടിയാവും. അതേ എല്ലാ വർഷവും മേച്ചിപ്പുല്ല് ഇങ്ങനെ കത്തിച്ച് കണ്ടു. ഇതേ പട്ടാളക്കാരുടെ തട്ടുകളാ. അതിന്റെ പേര് മാറ്റി തീർന്നോളം കഴിഞ്ഞാൽ മാറ്റിയിട്ടില്ലല്ലോ. പട്ടാളക്കാരിയുടെ നാക്കണം. പട്ടാളക്കാരന്റെ തട്ടുകളാ. ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ അന്ന് ഇതിനെ ഫുള്ള് മഴക്കാലത്ത് ഈ പാറകളെ ഫുള്ള് വെള്ളം ഒരിച്ചോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ ഭയങ്കര രസമായിരിക്കും. മൊത്തം കരിഞ്ഞിരിക്കാം. പേടിയാവും തീയിടുമ്പോ. നമ്മുടെ അക്കരെ ആ മല തീയിടുവേ. അപ്പൊ ഞാൻ അക്കരെ നിന്ന് നോക്കുമ്പോ സൗണ്ട് കേൾക്കാം പൊട്ടുന്നേ. അപ്പൊ ഞാൻ ഓർക്കും, ദൈവമേ അവിടെ ഇരിക്കുന്ന വീടൊന്നും ഇല്ല, എല്ലാം കത്തിപ്പോയെന്ന്. നേരം വെളുക്കുമ്പോ ഉണ്ടല്ലോ ഒരു പ്രശ്നവും ഇല്ല. അവരതൊക്കെ
വെള്ളമൊക്കെ നനച്ച ആ ഏരിയ പ്രത്യേകം ഓസ്ട്രേലിയയിലും ഞാൻ ഇതുപോലെ തീയിട്ടാൽ അവർ നമ്മളെ എല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്യും. പ്രത്യേകം സംരക്ഷിച്ചിട്ടാണ് അവർ തീ ഇടുന്നത്, തീ കയറാത്ത രീതിയിൽ. പക്ഷെ നമുക്ക് അകലെ നിന്ന് നോക്കുമ്പോൾ ഓർക്കും ആ വീട്ടിനെല്ലാം തീ. നമ്മൾ പണ്ട് അവിടെ നിന്ന് കാണുമായിരുന്നല്ലോ മലയിലെ തീയൊക്കെ, ഭയങ്കര പൊട്ടല് സൗണ്ട് അല്ല നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഓപ്പോസിറ്റ് മല തീ സൗണ്ടാന്നറിയോ? എന്തിനാ ഇടുന്നേ? അതല്ല, അല്ലെങ്കിൽ പിന്നെ കാട്ടുതീ ഉണ്ടാവും ഓർക്കാപ്പുറത്ത്. ആരെയും തീ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നേരത്തെ കത്തിച്ച് കളയാം. പിന്നെ അവിടെ ആൾക്കാർ ഇങ്ങനെ കാവില് നിന്ന് കത്തിച്ച് കളഞ്ഞ് കയറി പോയാലോ തീയെല്ലാം കൂടെ. തീ കത്താതിരിക്കാനേ ബാക്കി ഭാഗം എല്ലാം ചെത്തി തെളിച്ച്. ഒരു ചെറിയൊരു തിരുത്തലുണ്ട്, ക്ഷമിക്കണം. പരിമലയല്ല, പട്ടുമല പള്ളിയായിരുന്നത്, പറഞ്ഞതിനകത്ത് തെറ്റിപ്പോയാണ്. ഇവിടെ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു പള്ളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഏരിയ ഒക്കെ നിങ്ങളൊന്ന് നോക്കി. മാതാവിന്റെ പള്ളിയാണ്, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. കുട്ടൂർ ഇഷ്ടപ്പെട്ട കുട്ടി പള്ളി ഗോൾഡൻ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ കുട്ടിക്കാനം എത്തി. ഇനി നമുക്ക് ആദ്യം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയി ചട്ടിച്ചോറ് കഴിക്കാം. ആ കാണുന്ന കേട്ടോ നമ്മുടെ എൻ്റെ കോളേജിൻ്റെ ഹോസ്റ്റലൊക്കെ. ഇതാണ് കോളേജ് എൻ്റെ. ഞാൻ എൻ്റെ വേറൊരു സൈഡ് വ്യൂ അങ്ങോട്ടേലും കാണിക്കാം. ഇവിടെ ഞാൻ പഠിച്ചത്. ഈ കുട്ടിക്കാനത്തിൻ്റെ ബോർഡ്. നമ്മുടെ കോളേജിന്റെ ഫ്രണ്ട് ഗേറ്റ് ഒക്കെ മാറ്റി കേട്ടോ അമ്മേ. ഇപ്പൊ ഇവിടെ ആക്കി കോളേജിന്റെ എൻട്രൻസ്. ആണോ? ആ, ഈ പെട്രോൾ പമ്പിന്റെ പുറത്ത്. അതുകൊണ്ടായിരുന്നു വഴി തെറ്റിപ്പോകുന്നത് എനിക്ക്. ഇതാണ് കോളേജ്. ഞങ്ങൾ നമ്മളെ തേയില റെസ്റ്റോറൻറ്റിലെത്തി. നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ. നമുക്കിവിടെ ചട്ടിച്ചോറുണ്ടോ നോക്കാം. ഇത് ചെറുമോളും കുട്ടും മമ്മിയും എല്ലാം അവിടെ കയറി നിൽപ്പുണ്ട്. നമുക്ക് അകത്ത് കയറിപ്പോൾ വാ. ഞങ്ങൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്തി. നല്ലൊരു വൈബാണല്ലോ ഇതിനകത്തല്ലേ നമ്മളെ. ചെറുമോള് ഇവിടെ ഇരിപ്പുണ്ട്, കുഞ്ഞിരിപ്പുണ്ട്, നമ്മുടെ കുട്ടൂസ് അപ്പുറത്തിരിക്കുന്നു. ഇവിടുത്തെ മെനു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓസ്ട്രേലിയയിൽ കിട്ടുന്നത് ഫിഷ് ആൻഡ് ചിപ്സ് വരെ ഉണ്ട് അല്ലേ. ചിക്കൻ സീസിൽ ചട്ടിച്ചോറ്, ചിക്കൻ സീസിൽ, ലസാനി എന്ന് വേണ്ട എല്ലാ സ്ഥലത്തെയും എല്ലാ രാജ്യത്തെയും എല്ലാ സാധനങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. റേറ്റൊക്കെ അത്യാവശ്യം ഉണ്ട്, എന്നാലും നല്ല തിരക്കില്ലാതെ ഒന്ന് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം അല്ലേ. കുട്ടു തന്നെ കുട്ടു പറഞ്ഞേ. കുട്ടുവിനൊരു ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് കേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം അല്ലേ റോളെ. ഓർഡർ ചെയ്യാം വാ. അപ്പോൾ ഞങ്ങൾ ചട്ടിച്ചോറ് ഞങ്ങൾ തന്നെ ചമ്മിപ്പോയി അല്ലേ. ചട്ടിച്ചോറ് ഇവിടെ തരികയല്ല. സൗത്ത് ഇന്ത്യൻ ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് ഈ കോമ്പൗണ്ടിൽ തന്നെ താഴെ വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ലൈറ്റായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട്. അതെ, ഞങ്ങൾ സൂപ്പും സാലഡും ഒക്കെ പറഞ്ഞു. അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചട്ടിച്ചോറ് കഴിക്കാൻ പോവാം. ചട്ടിച്ചോറ് കഴിക്കാൻ പോവാം അല്ലേ സോയി? ഇല്ലേ അല്ലേ കുട്ടു? കുട്ടുവാണെങ്കിൽ ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കാം. കുട്ടുവിൻ്റെ റിച്ച് ചോക്ലേറ്റ് കേക്ക് വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ ചട്ടിച്ചോറ് കിട്ടുമായിരുന്നു. ഇവരുടെ തന്നെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ താഴെ. ഇത് ചൈനീസ് കോണ്ടിനെൻ്റൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ മെനുവിനകത്ത് നമ്മൾ ഓസ്ട്രേലിയയിലെ ഐറ്റംസ് വരെയാണ്. ചട്ടിച്ചോറ് വേണം. അമ്മ പറഞ്ഞ് നല്ല സാധനങ്ങളെല്ലാം ഇവിടുന്ന് കഴിച്ചാൽ പോരെ, ചട്ടിച്ചോറൊക്കെ വീട്ടിൽ ചെന്ന് കഴിക്കും. എന്നാൽ അമ്മയ്ക്ക് ഇവിടുന്ന് വേറെ ഐറ്റംസ് പറയാം. ചട്ടിച്ചോറുകാരിക്കും ചട്ടിച്ചോറ് അവിടെ നിന്ന് കഴിച്ചു. ഞാനവിടുത്തെ അമ്മയ്ക്കും ചട്ടിച്ചോറാണ് വേണ്ടത്. ആ അതേ ഉള്ളൂ. ഇവിടെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഞാൻ ഇവിടെ പറയാം, മെനു എടുത്തിട്ട് തരാം. ഓക്കെ, മെനു ഒന്നും എടുത്തിട്ട് തരാം. ഇതേ കുട്ടുകൊണ്ടിരുന്ന് കഴിക്കാൻ തുടങ്ങി. നല്ലതാണോ കുട്ടു? വേറൊരാൾക്കും കഴിക്കാൻ വേണമെന്നാണ് പറയുന്നത്. സോയാണ് വണ്ടി വന്നിട്ട് പിറപ്പിന്ന് വെച്ചോണ്ടിരിക്കുക. കുറച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല, നമുക്ക് തരാൻ ഉടനെ അല്ലേ. മനസ്സിലായി. അതെ അതെ, അമ്മയ്ക്ക് ഞാനൊരു കാര്യം ചെയ്യാം, മെനു എടുത്തുകൊണ്ട് തരാം ഒന്നുകൂടെ. അങ്ങനെ നമ്മളെ ഇവിടുന്ന് ജസ്റ്റ് നമ്മളൊരു സൂപ്പൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് വന്നു കൊള്ളാം. ക്രീം ഓഫ് മഷ്റൂം അല്ലേ. അങ്ങനെ കുട്ടുവാണെങ്കിൽ കുറച്ച് കേക്കൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നു. അമ്മ അവിടെ കഴിക്കാൻ തുടങ്ങി. ഇവിടെ വേറൊരാളിവിടെ. അതെ, വേറൊരാളെ കാണി. ബേബി സീറ്റൊക്കെ റെഡിയാക്കി പയ്യെ വിട്ട് നാടുന്നു. ആടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിരുന്നു. കുട്ടിൻ്റെ ബർഗർ എപ്പോഴാണ് വരുന്നത്? പോരേ. ഞാനൊരു തായ് ചിക്കൻ സാലഡ് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് കിട്ടും കേട്ടോ. മീൻസ് നല്ല കളർഫുൾ ആണ്. അറൗണ്ട് ദ വേൾഡ് ലോകത്ത് കിട്ടുന്ന പോപ്പുലർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും.
എല്ലാ കളർ ക്യാപ്സിക്കും ഇട്ടിട്ടുണ്ട്. എല്ലാം ഉണ്ട്, നല്ല കളർഫുൾ ആയിക്കോട്ടെ. അങ്ങനെ കുട്ടുവിൻ്റെ ബർഗർ വന്നു. അതും കിഡ്സ് ബർഗർ കേട്ടോ. കണ്ടതിന് വലുപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന എനിക്ക് നല്ല കുഞ്ഞു ബർഗർ അല്ലേ, കുട്ടി ബർഗർ. ഇഷ്ടപ്പെടാം കിട്ടും. നല്ല രസമുണ്ടല്ലോ നമ്മളത് കാണാൻ. രസമുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തൊട്ട് താഴെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് കഴിച്ചിട്ട് ഇവർക്ക് ചട്ടിച്ചോറ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരെ താഴേക്ക് പോകും. നല്ല രസമുണ്ടല്ലോ നമ്മുടെ വഴിയൊക്കെ. ഇതിൻ്റെ അപ്പുറത്തായിരുന്നു ഞങ്ങളുടെ പഴയ ഹോസ്റ്റൽ. ഞങ്ങളുടെ അല്ല, മരീന തന്നെ ഹോസ്റ്റൽ തൊട്ടപ്പുറത്തുണ്ട്. ഓ, ഈ താഴെയാണോ റെസ്റ്റോറൻറ്റ്? ഇതാണോ റെസ്റ്റോറൻറ്റ്? ഓക്കെ, കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. ചട്ടിച്ചോറ് മാത്രമേ ഉള്ളൂ ഇവിടെ. ചട്ടിച്ചോറും സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് അല്ല ഇവിടെ തന്നെ. ഇത് കൊള്ളാലോ സംഭവം കേട്ടോ. ഒരു പഴയ ബംഗ്ലാവാണെന്ന് തോന്നി. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അവരെ അകത്തേക്ക് കയറ്റി വിട്ടു. അല്ല, വണ്ടി വിട്ടിട്ട് അവരെ അകത്തേക്ക് കയറ്റി വിട്ടു. നമുക്കിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കയറി നോക്കാം. കൊള്ളാം സെറ്റപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ വണ്ടി എവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ മേളിലാണ് ഇവിടെ റെസ്റ്റോറൻറ്റ്. ഇതൊരു പഴയൊരു ബംഗ്ലാവാണെന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാം, തിരക്കൊന്നുമില്ല, അടിപൊളിയാണ്. നമുക്ക് മേളിലേക്ക് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. ഇനി ഫുഡൊക്കെ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. നടുമുറ്റമൊക്കെ ഉണ്ട് ഇവിടെ, കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരു നടുമുറ്റവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് കുഞ്ഞാണ് ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇവിടെ സർവീസ് ഇച്ചിരി നല്ലതാണ്, അടിപൊളി സർവീസ് ആണ് കേട്ടോ. ചൈനീസ് കോണ്ടിനെന്റ് അല്ല ഇവർ തന്നെയാണെങ്കിലും ഇവിടെ സർവീസ് കുറച്ചുകൂടെ. കുട്ടിയോടിരുന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. ഒരാളിതാ ചില്ല് ചെയ്ത് കിടക്കുന്നു ഇവിടെ. പുറത്തേക്കും ഉണ്ടല്ലേ നമുക്ക് ഇവിടേക്ക് ഇരിക്കാം അല്ലേ. പുറത്തേക്കൊക്കെ ആൾ ഇരുന്ന് കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഇവരെ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ വരിക, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒരു റെസ്റ്റോറൻറ്റിലാണെന്ന് തോന്നുന്നില്ല, ഒരു ബംഗ്ലാവിലാണെന്ന് തോന്നുന്നത്. ചട്ടിച്ചോറ് നമുക്ക് കിട്ടിയില്ല, പകരം നമ്മൾ മീൽസാണ് പറഞ്ഞത്. ചട്ടിച്ചോറിനോട് ശനി ഞാൻ മാത്രമുള്ളത് നല്ലപോലെ. വലിയ കാര്യത്തിൽ ആഗ്രഹിച്ചു നമ്മൾ പറഞ്ഞ് ചോറ് ചട്ടിക്കകത്തിട്ട് തരാം. അതെ ശരി, അത് ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ചട്ടി കൊണ്ട് വന്നാൽ മതി. അതെ, കിട്ടോളാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചട്ടിച്ചോറാണ് ഫിഷും ബീഫും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ചട്ടിച്ചോറായി, ചട്ടിയുടെ കുറേ ഉള്ളൂ അല്ലേ. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവരുടെ അവിടെ നിന്ന് കഴിച്ചായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ കഴിക്കണമെന്നൊരാഗ്രഹം. അതെ, പണ്ടിങ്ങനെ മിച്ചമുള്ള കറി എല്ലാം കൂടെ അതിനകത്തിട്ട് ഇളക്കി അടിച്ചാണ് ചട്ടിച്ചോറുണ്ടായത്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ഇതോടെ വരുമ്പോളെ താളി, റൈസ്, ഫിഷ് കറി, കുറേ പച്ചക്കറി, ചപ്പാത്തി, കുറേ ഐറ്റംസ് ഉണ്ട് അല്ലേ. അതുകൂടാതെ നമ്മൾ ബീഫ് പറഞ്ഞിട്ടുണ്ട്, നെയ്മീൻ തവ ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. കഴിക്കാമേ, നോക്കിയിരിക്കാതെ കഴിക്കാം. അത് അധികം ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. കഴിക്കും. പക്ഷേ നല്ലതാണോ? പക്ഷെ ഞാൻ ചട്ടിച്ചോറാണ് പ്രതീക്ഷിച്ചു വന്നത്. പക്ഷെ ചട്ടിക്കകത്ത് കഴിക്കുമ്പോൾ അത് വേറൊരു ഫീലാണ്. ബീഫ് നല്ല കേട്ടോ, എരിവുണ്ട് ഇച്ചിരി, പക്ഷെ നല്ല.
നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ഇവിടെ നിന്ന് 2 ഡ്രോൺ ഷോട്ട് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ വഴിയിലൊന്നും ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് താഴേക്ക് മാറി നിന്നൊരു സ്ഥലം കിട്ടി. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഡ്രോൺ പറത്തി നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ അല്ലേ. അല്ലാതെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഡ്രോണിൽ അടിപൊളിയായിരിക്കും. നമുക്ക് നോക്കാം. ഇതാ ഇങ്ങനെ നോക്കിയിട്ട് രസമുണ്ട്. ചെറിയൊരു ഡ്രോൺ ഷോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. പോകുന്ന വഴി എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ നമുക്കത് കാണാം. ഒരാൾ ഉറങ്ങി കുട്ടി നല്ല ഉറക്കം കേട്ടോ. അമ്മയൊരു ഉറക്കമായിരുന്നു, ഇപ്പൊ ചാടി എണീറ്റ ഉറക്കത്തിൽ എണീറ്റിരിക്കുകയാണ്. അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഒരു വർക്കൊക്കെ ഇതായി വീട്ടിൽ ഇരിക്കാനാണ് ഇഷ്ടം. ഞങ്ങൾ പിടിച്ചോണ്ട് വന്നതാണ്. അതെ, ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് കട്ടപ്പനയ്ക്ക് പോവാം. വാ. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. കുഞ്ഞുറങ്ങിയതുകൊണ്ട് അവരെല്ലാം നേരത്തെ അകത്തേക്ക് പോയി. കുട്ടൻ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് ട്രിപ്പ്? നല്ലായിരുന്നു. കുട്ടൻ എന്നാ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഇന്ന് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നായിരുന്നു? ബർഗറായിരുന്നു ഇഷ്ടപ്പെട്ടെ? ഫുഡ് കഴിച്ച അടിപൊളി. അപ്പം മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പെരിയാർ ടൈഗർ റിസർവിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നുണ്ട്. അപ്പം ആ വീഡിയോസൊക്കെ ബൈക്കിൽ കൂടെ വരുന്നുണ്ട്, ഉടനെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. ബൈ. ഒരു ബൈ പറഞ്ഞു. ടാറ്റ.